ഹലോ ഗായ്സ്, എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടീസർ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബാ. ദിലീപ് നായകനാവുന്ന സിനിമ. വിനീത് ശ്രീനിവാസനുണ്ട്, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, ധനഞ്ജയ് ശങ്കറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഷാൻ റഹ്മാനാണ് മ്യൂസിക് ഡയറക്ഷൻ. അതുക്കും മേലെ നമ്മ തലവരാർ നമ്മുടെ ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോളിൽ ഈ ഒരു പടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഷൂട്ടിങ് കാര്യങ്ങളും ഒക്കെ മാത്രമാണ് ഈ ഒരു പടത്തിന് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിനായിട്ട് വെയിറ്റിംഗ് ആണ്. അത് മാത്രമല്ലടേ, ഇപ്പൊ ചോട്ടാ മുംബൈ ഇറങ്ങി, നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ആ ഒരു പടം തിയേറ്ററിൽ ആഘോഷിച്ചതെന്ന്. യൂത്തൊക്കെ കയറി ആടിച്ച് പൊളിച്ച്, ശരിക്കും പറഞ്ഞാൽ അതേപോലെ ഒരു പുതിയ പടം, അത്തരത്തിലൊരു എന്റർടൈനർ ആയിട്ടുള്ള ഒരു പുതിയ പടമല്ലേ ഇപ്പം ഏറ്റവും ആവശ്യം. അപ്പോൾ അതേ കണക്ക് ഒരു എന്റർടൈനർ ആയിരിക്കും ഈ ഒരു പടം എന്ന് കരുതുന്നു. സോ അത്തരത്തിൽ എല്ലാവർക്കും കയറി അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു പടമാണെന്നാണ് ബാബാബയെ കുറിച്ചുള്ള എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു ടീസർ റിലീസ് ആയിട്ടുണ്ട്. ജൂലൈ 4 നമുക്കറിയാം ദിലീപ് പടങ്ങളുടെ ഒരു പ്രത്യേക ദിവസമാണ്. നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒട്ടുമിക്ക ബ്ലോക്ക് ബസ്റ്റർ എന്റർടൈനർ പടങ്ങളും ഇറങ്ങിയിട്ടുള്ളത് ജൂലൈ 4 CID മൂസ, പറക്കും തളിക ഒക്കെ ഒരു ഉദാഹരണം മാത്രം. അപ്പോൾ ഒരു ലക്കി ഡേറ്റും കൂടെയാണ് ദിലീപിന് ഈ ഒരു ജൂലൈ 4 എന്ന് പറയുന്നത്. അപ്പൊ ജൂലൈ 4 അടുത്ത് വരാൻ പോകുന്ന ഒരു കരിയർ ഹൈപ്പ് പടം എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും ആ ഒരു പടത്തിന്റെ ടീസർ ഇന്ന് ജൂലൈ 4 റിലീസ് ആയിട്ടുണ്ട്. ലക്കി ഡേറ്റ് ഈ ഒരു ടീസർ കിടിലനാക്കുമോ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ എന്റർടൈനർ പടങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ദിലീപിനെ നമുക്ക് പറയാം. ഇപ്പൊ കുറച്ച് നാളായിട്ട് അത്തരത്തിലുള്ള എന്റർടൈനർ, ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ എന്റർടൈനർ പടങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ ചെയ്യുന്നത് ബാന്ദ്ര പോലത്തെ ഉള്ള സിനിമകളുമായി പോകുന്ന ഒരു അവസ്ഥയിലാണെങ്കിലും എന്റർടൈനർ പടങ്ങളുടെ ഒരു മൊത്തം എടുത്ത് നോക്കിയാൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഭൂരിഭാഗം എന്റർടൈനറുകളിലും നമ്മളെ ഓർത്തു വെച്ച് നമ്മൾ എപ്പോഴും ചിരിച്ചും നമ്മൾ ആസ്വദിച്ച എന്റർടൈനറുകളുടെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ ദിലീപേട്ടൻ തന്നെയാണ്. അപ്പോൾ പുള്ളി ഒരു എന്റർടൈനർ പടമായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് പ്രതീക്ഷ, ഈ ഒരു സിനിമയിലുള്ള എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ലാലേട്ടനുള്ളത് ഒരു പ്രതീക്ഷ തന്നെയാണെങ്കിലും ആ ഒരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനറിലേക്ക് ദിലീപിന്റെ ആ ഒരു മടങ്ങി വരവ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയ്ക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു പ്രതീക്ഷയും വെച്ച് നമുക്ക് ആ ഒരു ടീസർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ പഴയ ഒരു ജനപ്രിയ നായകന്റെ ആ ഒരു ഫുൾ ഫോമിലെ കംബാക്ക് ബാബായിലൂടെ അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിക്കളയാം. റെഡി? അപ്പൊ എങ്ങനെ കാണല്ലേ? റെഡി? സത്യം പറഞ്ഞ ഈ ലോകത്തെ എല്ലാവരും കുറച്ചൊക്കെ ഭ്രാന്തോട്ട. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും പറക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തമ്മ. அப்படியே வேற ட்ராக், இனி நோ மோர் கிரிஞ்ச். പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. കളർഫുൾ അതാണ് വേണ്ടത്. ഇനിയാണ് എന്റെ ഷോ. വൻ പരിപാടിയാണല്ലേ. I will take you to the miraculous universe of the most wanted person you are searching for. Oh shit! Holy! Ha. വീണ്ടും സന്ധിക്ക് വരേക്കും വണക്കം. 2025. അപ്പൊ ഈ വർഷം തന്നെ പടം വരും. ഭയം ഭക്തി ബഹുമാനം പടത്തിന്റെ ടീസർ ഒരു ഒന്നൊന്നര പൊളി. ഞാൻ ഇത്തരത്തിലുള്ള എന്റർടൈനർ പടങ്ങളുടെ ഒരു ഫാനാണ്. അതേ കണക്കത്തെ പടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചോട്ടാ മുംബൈ ഒക്കെ അന്ന് ഇറങ്ങിയ പടങ്ങൾ ഇപ്പം നമ്മൾ തിയേറ്ററിൽ അടിച്ച് പൊളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇതേ കണക്ക് പുതിയ പടങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഫ്രഷ് കോൺസെപ്റ്റിൽ എന്റർടൈനർ പടങ്ങൾ വന്നു കഴിഞ്ഞാൽ യൂത്തൊക്കെ കയറി നിരങ്ങൂടെ അടിച്ച് പൊളിക്കും സംഭവം. തിയേറ്ററൊക്കെ സ്റ്റേഡിയം ആയിട്ട് മാറണം. അത്തരത്തിലുള്ള എന്റർടൈനർ പടങ്ങൾക്കായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഞാൻ അത്തരത്തിലുള്ള പടങ്ങളുടെ വൻ ഫാനാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടീസർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ഒരു തമിഴിലേക്ക് ഒരു വിജയ് പടത്തിന്റെ ട്രെയിലർ കാണുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ, അത്തരത്തിലുള്ള ട്രെയിലറും കാര്യങ്ങളൊക്കെ മലയാളത്തിൽ വളരെ ചുരുക്കേ വരാറുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മലയാളം സിനിമയിലുള്ളവർക്ക് അത്തരത്തിലുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ കത്തിയായി പോവുമോ, ശരിക്കും പറഞ്ഞാൽ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടും എന്നുള്ളത് വളരെ ഒരു സത്യമാണ്. എങ്കിലും
ഇടേ ജനങ്ങൾക്ക് എന്റർടൈൻമെന്റ് കിട്ടിയാൽ അവർ തിയേറ്ററിലേക്ക് വരും, സിനിമ കാണും. അപ്പൊ ഈ ഒരു പടം അത്തരത്തിലുള്ള ഒരു വൻ എന്റർടൈനർ ആയിരിക്കും, എന്റർടൈൻമെന്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കട്ട വെയിറ്റിംഗ് ആണ്. എനിക്കൊരു ടീസർ ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു മാഡ്നസിൽ, വേൾഡ് ഓഫ് മാഡ്നസിൽ നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു ഗസ്റ്റ് അപ്പിയറൻസും കൂടെ വരുമ്പോഴത്തേക്കും സംഭവം കളറാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലിയിൽ നല്ല കിടിലനായിട്ടായിരുന്നു നമ്മുടെ ദിലീപേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒരുപാട് നാളായിട്ട് ഒരു മിസ്സിങ് ആയിരുന്നു ഇത്തരത്തിലുള്ള പെർഫോമൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മിസ്സിങ്ങും ഫീൽ ചെയ്യാത്തുള്ള പെർഫോമൻസ് ചെയ്യുന്ന ഒരു ദിലീപേട്ടനെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലാണ് ഒരുപാട് നാൾക്ക് ശേഷം കണ്ടത്. ഇപ്പോൾ ഈ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്കും ആ ഒരു എനർജറ്റിക് ദിലീപിനെ, ആ ഒരു ജനപ്രിയ നായകനെ നമുക്ക് വീണ്ടും കിട്ടിയ പോലെ ഒരു ഫീല്. ഇനി ആ ഫുൾ പടം കാണുമ്പോഴത്തേക്കും ഇതേ ഒരു ഫീല് നിലനിർത്താനായിട്ട് സാധിച്ച കത്തു എന്ന് പറഞ്ഞാൽ കത്തിച്ചിരിക്കും. കളർഫുൾ എന്റർടൈനറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സിനിമയിൽ കാണും എന്ന് ഒരുപാടൊന്നും റിവീൽ ചെയ്യാതെ പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ടീസറിനകത്ത്. എനിക്ക് ടീസർ ഇഷ്ടപ്പെട്ടു. കട്ട വെയിറ്റിംഗ് ഫോർ ബാ ബാ ബാ.